എവരിവൺ. അപ്പോൾ ഇന്നൊരു കോളേജ് ഷോപ്പിംഗ് വ്ളോഗാണ്, ഒരു സിമ്പിൾ വ്ളോഗ്. അപ്പോൾ ഞാൻ ബാഗ് എടുത്തതാണ്, ഞാൻ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. സോ ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. എൻ്റെ കൂടെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തു. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? എനിക്ക് ഒരു ഷൂ വേണം. ഈ സ്റ്റെപ്പ് നല്ലോണം സൂക്ഷിച്ചിറങ്ങണം. ഞങ്ങളിപ്പോൾ ഫെജിയിലേക്ക് എത്തിയേക്കാണ്. ഫെജിയിൽ സാധനങ്ങൾ വാങ്ങാൻ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടും. ഞങ്ങൾ ഫെജിയിൽ എത്തിയതിൽ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഗിഫ്റ്റ് ആരെങ്കിലും തന്ന് അത് വേണോ? അവരെന്നെ വെച്ച് നിന്നേ ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ ഞാൻ വാങ്ങുന്നതാണ്. ഇന്നത് വീഴ്ത്തിയിടണ്ട കേട്ടോ, അവര് പൈസ വാങ്ങിച്ചു. നീസ് പകച്ചു. ഞാൻ എടുക്കാം. നീസിന് എന്തെടുക്കണ്ടേന്ന് അറിയണ്ട, ഓരോന്ന് എടുത്തോണ്ട്. സ്കിഡ് ഗെയിം സാധനങ്ങളല്ലേ ഇത്, മറ്റ വെച്ചേക്ക്. അമ്മ എന്നിട്ട് എടുക്കണ എന്തിനത്? എവിടെ? മാമോട് ഭയങ്കര ഷോപ്പിംഗ്. പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടായ എണ്ണ കാണാണ്ട് ഇതില് ഇതിൽ കയറുന്നവരെന്തെങ്കിലും ഇവിടെ ഒന്ന് കണ്ടോളൂ. അടിപൊളിയാട്ടാ. ഹായ്, നല്ല ഒടുക്കത്തിന് നല്ല വിലയാണ്. ആരും വാങ്ങാറില്ല ഞങ്ങൾ ഇവിടെ നിന്ന്. ഈ സൈഡിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇട്ട് കൊടുക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. ഇതെടുത്തു. മിസ് എന്താ നോക്കണേ? എന്നിട്ട് അത് മാഗ്നറ്റ് അവിടെ വെച്ചോ. അവിടെ എൻ്റെ അമ്മയും അമ്മാമ്മയൊക്കെ അവിടെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൂചി വാങ്ങാനുള്ള തന്ത്രപ്പാടിലാണ് അവർ. ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് അറിയില്ല മിസ്. എന്നാ എന്താ അമ്മാമ എന്തൊക്കെ വാങ്ങിച്ചു? ഞാനേ ഒരു മേടിക്കട്ടെ, ഒരു സൂചി, ബാഗ്. എന്തിനാ ഇപ്പൊ വാങ്ങിക്കും? വേറെ കണ്ടുണ്ട്. ബാഗ് ഇവിടെ വാങ്ങിക്കോ? എത്ര രൂപയാ? 180 രൂപയുള്ളൂ. ലാഭ. അത് ഓഫ് ചെയ്തോട്ടെ, ഞാൻ എനിക്ക് യൂസ് ചെയ്യും. പൗച്ചുകളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഫെജിയിൽ വന്നിരിക്കാൻ. ഞങ്ങൾ ഇവിടെ ബുക്ക് വാങ്ങാൻ വന്നതാണ്. ബുക്ക് ഒരു 4 മേടിച്ചോ. അപ്പോൾ ഇവിടെ കുപ്പിയും പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളിവിടെ ബോട്ടിൽ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. കണ്ടോ, ലഞ്ച് ബോക്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ കത്തിയൊക്കെ ഉണ്ട്. അമ്മ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നു. ഹായ് ഗ്രന്മ. കത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അല്ല എനിക്കറിയില്ല. ആയിരിക്കും. കത്തി നല്ലതാണെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഷോപ്പിംഗ് കഴിഞ്ഞു. ഒന്നും കിട്ടിയില്ല. ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടെ അമ്മാമ സൂക്ഷ്മമായി പഠിച്ചു അല്ലേ? അമ്മാമ നോക്ക്. ഓക്കെ, ഉണ്ണീസ്. അമ്മ
അത് ചെയ്യണ എൻ്റെ തന്ത്രപ്പാട്ടിലാണ്. സിനിമ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. പക്ഷേ നമ്മൾ 2-3 ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പാഴ്സൽ ചെയ്തു. പിന്നെ വേറെ സംഭവം ഉണ്ടായി. നല്ല മധുരമായിരുന്നു. ചിക്കൻ തുടങ്ങി എല്ലാം നല്ല മധുരമായിരുന്നു. എല്ലാവരും ഒരു മത്തടിച്ച പോലെ എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പകുതിയും പാഴ്സലായി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വോമിറ്റിംഗ് ആയിരുന്നു. അത് ഇതിൻ്റെ പേരിലാണെന്ന് അറിയില്ല. എന്നാലും അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഫുഡിൻ്റെ അഭിപ്രായം? അതെ, ഫുഡിൻ്റെ അഭിപ്രായം പറയും. എങ്ങനെയാണ് മധുരം കൂടുതലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണിയാണ് എല്ലാവരും ഓർഡർ ചെയ്യേണ്ടത്. ബിരിയാണി പറയുന്നത് ഫ്രൈഡ് റൈസ് വെറൈറ്റി. ഫുഡിൻ്റെ കാര്യം പറ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡും ഷോപ്പിംഗ് ഒക്കെ? നന്നായിട്ടുണ്ട്. നല്ല മഴക്കാരുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. കല്യാണി സാരീസിൽ ആടി സ്റ്റൈലാണ് എല്ലാവരും. മാമ എന്താ നോക്കുന്നത്? നൈറ്റ് ആടി സെയിൽ എന്ന് പറഞ്ഞു വന്നതാ. നൈറ്റിക്കൊന്നും ഡിസ്കൗണ്ട് ഇല്ല. സെയിലില് കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറുള്ളൂ. അപ്പോൾ മാമ അവിടെ നൈറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താ, ഞാനിവിടെ 2 ലെഗിൻസ് വാങ്ങിച്ചു ചുരിദാറിലിടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ അമ്മമ്മ ഭയങ്കര ഷോപ്പിംഗ് ആണ്. വാങ്ങണോ വേണ്ടോ ഒന്ന് തീരുമാനിച്ചിരിക്കുക. എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന സാധനം. ഇത് നല്ല കളറായിരുന്നു. ഒരു ആടി സ്റ്റൈൽ, ഒരു തേങ്ങയില്ല, അങ്ങനെയില്ല. എന്നാലും ഉണ്ണീസ് എന്താണ് ചെയ്യണത്? ബോറടിച്ച് ഉണ്ണീസിന് ഷോപ്പിംഗ് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇതെടുത്തോ? അത് നന്നായിട്ട് ഇഷ്ടമില്ല. നമുക്ക് ഡിസൈൻ തന്നെ വേണ്ട. ഡിസൈനില്ല, ലിസിലാണ്. അപ്പോൾ ഇതന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എത്തി. അപ്പം കാണിച്ചെടുപ്പിക്കാൻ പ്രത്യേകിച്ചൊന്നും. എന്നാലും എന്താ പറയുക, ഒരു കപ്പലിട്ടു. എന്താ അത്രയും നല്ല ജസ്റ്റ് പള്ളിയിൽ പോകാൻ അങ്ങനത്തെ ഇതിനെത്രയാ 500 രൂപയാണ്. 450 500. പിന്നെ ഒരു തൊപ്പി, അതെനിക്കല്ല അമ്മാമ്മ വാങ്ങിയത്. അമ്മാമ്മയാണ്. പിന്നെ മെയിനായിട്ട് എന്താ പറയുക, ബോട്ടിൽ വാങ്ങിച്ചു. ബോട്ടിൽ കട്ടിയില്ല, ഞാൻ കാണിക്കുന്നില്ല. അത് മിൽട്ടൻ്റെ കാണിച്ചുതരാം. കണ്ട, മിൽട്ടൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ പിങ്ക് കളർ മേടിച്ചിട്ട് അത് വാങ്ങിച്ചു. കത്തി, പേന, അതൊക്കെ ഞാൻ കാണിക്കുന്നത്. പേന വാങ്ങിച്ചു. ബുക്ക് ഞാൻ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം അപ്പോൾ ബ്രിഡ്ജ് മോൾസ് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അതിന് ഇനി അത് കഴിഞ്ഞാൽ പറയും കറക്റ്റായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് പറയുന്നത് വിചാരിക്കുന്നുണ്ട്. ആകെ വേണ്ട നല്ല കളറല്ലേ. അപ്പോൾ 2 ബുക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടില്ല. കാരണം ശരിക്ക് കുറച്ച് ബുക്ക് വാങ്ങാൻ കോളേജിൽ അത്ര നോക്കും വേണോ നോക്കി എഴുതി അറിയില്ല. പിന്നെ കുറച്ച് ഹൈലൈറ്റർ വാങ്ങിച്ചു. ഇത് എന്താ സ്റ്റിക്കി നോട്ട്സ് അത് വാങ്ങിച്ചു. ഹൈലൈറ്റർ, കട്ടർ പെൻസിൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ എന്താ, പിന്നെ ഫെജി വാങ്ങിയില്ല. പിന്നെ ഫെജിയിൽ അവിടെ കുറേ സാധനങ്ങൾ വില കുറവിനുണ്ട്. ചിലതൊക്കെ ഒത്തിരി വില കൂടിയാണെങ്കിൽ നമുക്കൊന്ന് കാണുമ്പോൾ നല്ല രസം. മീസോ എന്ന് പറയുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇതിൽ കുറച്ചുകൂടിയും ഹോം ഡെക്കേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പുതിയ വീട് വയ്ക്കുന്നവരൊക്കെ അങ്ങനത്തെ ഹോം ഡെക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഫെജിയിലേക്ക് പോവുക. ഒല്ലൂർ ഒരെണ്ണം വന്നിട്ടുണ്ട്, അതും നല്ലതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചാണ്. പിന്നെ അമ്മാമ്മേരെയും ഉണ്ണീസിൻ്റെയും ഇത് മാത്രം ഞാൻ മുഖം കാണിക്കുള്ളൂ. അപ്പേരമ്മേരെയും കാണിക്കേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഫ്ലവർ വേസിനൊക്കെയാണ്. ഇതിന് എത്ര രൂപയാണ്? ഇത് 110 രൂപ. നല്ല രസമില്ല, ഇഷ്ടമായി. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് August 3-ന്. അപ്പോൾ ആരും മറക്കരുത്. അങ്ങനെയില്ല, ഞാൻ എനിക്കിത് ഇഷ്ടമായി. 18 വയസ്സായെങ്കിൽ കൂടി എനിക്ക് എന്താണ് ഒരു രസം. എനിക്ക് ഇങ്ങനത്തെ വാങ്ങാൻ കുറേ നാളത്തെ ആഗ്രഹം. 18 വയസ്സായി വെച്ചിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. നന്നായിട്ടില്ലേ? ഇതിന് എത്ര 60 രൂപ ഇതിന്. പിന്നെ അനിയനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഫ്ലാഗ് വാങ്ങിച്ചു, ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ. പിന്നെന്താ, പിന്നെ ഒരു ഇതും കിട്ടിയത്, സോറി ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് അമ്മാമ്മ വാങ്ങിക്കുന്നതാണ്. ഓരോന്ന് 2 പൂവ്. പിന്നെ പോപ്പർ വാങ്ങിച്ചു. എനിക്കറിയില്ല ഇതിന് എത്രയാ, 40 രൂപ. ഇതിന് വെറുതെ രസം അല്ല. ഒരു 10 പൊട്ടിയാണ്. അപ്പം എൻ്റെ പൊട്ടി പോപ്പർ ഈ പൊട്ടോ ബലൂൺ. പിന്നെ ഇങ്ങനെ നമ്മൾ എഴുതില്ലേ, പക്ഷേ ഇങ്ങനെ കാൻഡിൽ 18 ചെമ്പത്തൊന്നല്ല, സോറി 18 ബർത്ത്ഡേ ആയിട്ടുള്ളത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ സാധനമൊക്കെ എന്തെങ്കിലും ഉണ്ട് അങ്ങനത്തെ കുറച്ച്. അപ്പം അങ്ങനെ. പിന്നെ ഇതിലെന്താ, അതിൽ 2 ഇത് എന്താ പറയുക, എന്ത് സാധനമല്ലേ, എനിക്ക് പേര് ഞാൻ പറഞ്ഞു. പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. അതെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾ കല്യാണ സ്റ്റിച്ചിൽ പോയി കുറച്ച് ഡ്രസ്സ് മേടിച്ചു. അമ്മാമിക്ക് എനിക്കൊക്കെ ഫുഡ് കഴിച്ചു. അങ്ങനെ നല്ലൊരു ദിവസം. ഈ ബാഗ് ഞാൻ മേടിച്ചില്ല. ഇതാണ് എൻ്റെ ബാഗ്. ഒരു സാധാരണ ഒരു സിമ്പിൾ ബാഗാണ്. ഇതുകൊണ്ടാ 3 റോ ഉണ്ട്. ഇതിന് അത്യാവശ്യം നല്ല ഇത് ഉണ്ട്. അപ്പം എനിക്കിഷ്ടമായി. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. അങ്ങനെ ബ്രാൻഡഡ് അല്ല, പക്ഷേ ഇതിന് അത്യാവശ്യം എത്രയായി? ഇതിന് 1545 ആണ്. പക്ഷെ അതിൻ്റെ അത്ര ഫ്രീ ബാഗിനില്ല. എന്നാലും വേറെ ബാഗൊക്കെ ഭയങ്കര ബഹളമുള്ളത്.
അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് തോന്നുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട്. എനിക്ക് പിങ്കൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഞാൻ +1 പിങ്ക് ബാഗ് വാങ്ങിച്ചുകൊണ്ടിട്ട് എനിക്ക് കളിയാക്കലായിരുന്നു. പിങ്ക്, അതും സാധാരണ പിങ്ക്, ഈ പിങ്കൊന്നല്ല, നല്ല ഇടിവെട്ട് നിയോൺ പിങ്ക് ആയിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് കോളേജിൽ ഉണ്ടായി എനിക്ക് കളിയാക്കൽ കിട്ടാൻ മതി. ബ്ലാക്ക് വാങ്ങിച്ചു. തന്നെ ഒരുപാട് നേരം നോക്കി അവസാനം നമ്മൾ വേണ്ടെന്നുള്ളതായിരുന്നേ. അത് തന്നെ ചേച്ചിയുടെ മുഖം മാറി പേടിയിട്ട് തന്നെ മതി പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കോളേജിലെ വീഡിയോസ് ഒക്കെ ഞാൻ വരാം. ആൻഡ് ദെൻ ബൈ.